ഒരിക്കലും ഈ വണ്ടി ഞാൻ ബിഗിനേഴ്സിന് സജസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബൈക്കിൽ ഓടിച്ച് നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇതിലോട്ട് ഒക്കെ നോക്കുക. കുറച്ച് ഓഫ് റോഡ് താണ്ടിയാണ് വന്നത്. ഇതിൻ്റെ ഒരു ടയർ ഈ ഒരു റോട്ടിൽ കൂടെയൊക്കെ ഇത് ഇങ്ങനെയൊക്കെയാണ് പോകണം. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നില്ലേ, ആ ഒരു സംഭവമാണ് ഇതിൽ. ഈ വണ്ടി ശരിക്കും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ പടാവും. ഒന്നും നോക്കാനില്ല, പടാവും. അത് ഓപ്പണായിട്ട് ഞാൻ പറയാം, അതൊരു വേറൊരു വണ്ടിയിലും കണ്ടുവരാത്ത ക്യാരക്ടറാണ് നമ്മൾ ഈ KTMൻ്റെ വണ്ടിയൊക്കെ ഉള്ളത്. പ്രത്യേകിച്ച് 390 പിന്നെ പോലീസൊക്കെ കേട്ടോ. ബൈക്കിൽ പോലീസ് ജീപ്പ് വരുന്നുണ്ട് കേട്ടോ. ഏതായാലും അടിപൊളി. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ഫ്രണ്ട് ഇരിക്കുന്ന വണ്ടിയെ പറ്റിയ പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടെന്നറിയാം. പുതിയ ജനറേഷൻ ഡ്യൂക്ക് 390 കാര്യങ്ങളൊക്കെ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു വണ്ടിയുടെ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഓൾറെഡി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു കളർ സ്കീം. ഈ ഒരു വണ്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത സമയത്ത് ഈ വണ്ടിയുടെ കോല ഇതല്ലായിരുന്നു. ഇത് അത്യാവശ്യം മോഡിഫൈ ചെയ്ത് ഒരു റെഡും വൈറ്റും കോമ്പിനേഷനിൽ നമ്മളൊരു ഡ്യൂക്ക് 390 വീഡിയോയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് പിന്നും മാറ്റിയിട്ട് ഈ ഒരു കളറിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഓൾറെഡി ഈ വണ്ടിയുടെ കളർ സ്കീം എന്ന് പറയുന്നത് ഓറഞ്ച് ചേസും ബാക്കിൽ ബ്ലാക്കും വരുന്ന ഒരു മോഡലായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു ഗ്രേ കിറ്റില്ലേ, ആ ഒരു മോഡൽ വണ്ടിയായിരുന്നു. അതിനെ ഇവൻ കസ്റ്റം ചെയ്തായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് മാറ്റിയിട്ട് പിന്നും സ്റ്റോക്ക് ലുക്കിലേക്ക് നമ്മളെ വൈറ്റ് 390 ലുക്കിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ റീപെയിൻ്റ് ആണ്. ഇത് പുതിയ കിറ്റാണ്. പിന്നെ താഴോട്ട് നോക്കാൻ നേരത്ത് നമ്മളൊരു RC അണ്ടർവെല്ലിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. ഫ്രണ്ടിൽ വരുമ്പം ഒരു കൂളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ട്രാക്ക് ടയേഴ്സാണ്. ഫ്രണ്ടിൽ റോഡ് 5ഉം ബാക്കിൽ പെരലിയാനായിട്ട് ഇട്ടേക്കുന്നത്. 2 ടയേഴ്സും മാരക പെർഫോമൻസ് ആണ്. ആയിട്ട് വന്ന് ജസ്റ്റ് ഈ വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു റൈഡ് ഫീലും കാര്യങ്ങളൊക്കെയാണ്. ഓൾറെഡി ഈ വണ്ടി ഒരുപാട് ഓടിച്ചിട്ടുണ്ടെങ്കിലും ജസ്റ്റ് അങ്ങനെ ഒരു വീഡിയോയും കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇപ്പോൾ പിന്നെ ഡെയിലി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ പുതിയ 390യെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം കാര്യങ്ങളും ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും വണ്ടിയിലോട്ട് കയറിയിരിക്കുമ്പം അപ്പോൾ വെയിറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് ഓടിക്കുന്ന സമയത്ത് അങ്ങനെ വെയിറ്റും കാര്യങ്ങളും തോന്നത്തില്ല. പിന്നെ ഓണാക്കാൻ നേരത്ത് യെസ് റെഡി ടു റൈസ്. അപ്പോൾ എൻ്റെ ഒരു റിവ്യൂ ആയിട്ടൊന്നും ആരും കാണണ്ട, ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു, അത്രമാത്രം കണ്ടാൽ അത് ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അണ്ടർവെല്ലി വന്നിട്ട് നമ്മൾ സ്റ്റോക്ക് മാറ്റിയിട്ട് RCയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ബേക്കിലോട്ട് വന്ന സമയത്ത് കാണിച്ചു തരാം. ഓക്കെ, ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു കളർ സ്കീം. എനിക്ക് ആ ഓറഞ്ച് ചേസ് വരുന്ന കാട്ടി ബ്ലാക്ക് ചേസും ഈ വൈറ്റ് കിറ്റും വരുന്ന വണ്ടി ഉണ്ടല്ലോ, ഭയങ്കര ലുക്കാണ്. ആരും കണ്ടാൽ നോക്കിപ്പോവും. കാരണം നല്ല ഭയങ്കര അട്രാക്റ്റീവാണ് കേട്ടോ ഈ ഒരു സ്റ്റോക്ക് ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളർ സ്കീമിൽ. അപ്പോൾ പുതിയ വണ്ടിയുടെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ, പുതിയ വണ്ടി നോക്കുമ്പം കൂടുതലും നമ്മളൊരു സൂപ്പർ ഡ്യൂക്ക് അല്ലെങ്കിൽ ഒരു 790 ആ ഒരു ലുക്കിലോട്ടാണ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം കുറേ അപ്ഡേറ്റ്സ് ഈ ഒരു വണ്ടിയെ കമ്പയർ ചെയ്യാൻ നേരത്തെ ഇതിൽ നിന്നും ഒരുപാട് അപ്ഡേറ്റ്സ് ആ വണ്ടിയിലുണ്ട് കേട്ടോ. കുറച്ചുകൂടി ടെക്നിക്കൽ ബേസ് ആയാലും അതിൻ്റെ സസ്പെൻഷനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സസ്പെൻഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും അത്യാവശ്യം വെയിറ്റ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ആ ഒരു വണ്ടിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടി വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ഇതിനെക്കാട്ടിയും പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് നമ്മളെ BS3 എന്ന് പറയുന്നത്. ഒരിക്കലും ഈ വണ്ടി ഞാൻ ബിഗിനേഴ്സിന് സജസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബൈക്കിൽ ഓടിച്ച് നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇതിലോട്ട് ഒക്കെ നോക്കുക. കാരണം നല്ല പവർഫുള്ളാണ്. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഒരു വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് ഓടിച്ച് നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം. കാരണം വണ്ടി തൊട്ടാൽ പറക്കും, അങ്ങനെ ഒരു ക്യാരക്ടറാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ DBയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചിട്ട് നമുക്ക് റോട്ടിലോട്ട് ഇറങ്ങി ബാക്കി ഓടിക്കുന്ന സമയത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പുതിയ 390യെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളോടെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അതിൽ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടെക്നിക്കൽ വൈസായാലും ലുക്ക് വൈസായാലും വണ്ടി കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. പഴയ 390 കണക്കെയല്ല, കംപ്ലീറ്റ്ലി അവർ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിലും അതിലും മാറ്റം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടി കിട്ടുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അറിവ് വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തതേ ഉള്ളൂ. ആ ഒരു വണ്ടി കിട്ടുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. ടയറുണ്ടല്ലോ, 2 ടയറും ഒരു രക്ഷയില്ല. ബേക്ക് ടയർ പെരലിയാണ് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് കോമ്പൗണ്ട് കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ ഇവിടെ കുറച്ച് അക്രം കാണിച്ചതാ. ഇതൊന്ന് ഹീറ്റായി കഴിഞ്ഞാൽ തറയിൽ ഒട്ടിക്കിടക്കും. അത്രയ്ക്ക് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ടയറിൻ്റെ കാര്യത്തുണ്ട്. പിന്നെ അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ.
വെള്ള പുകയൊക്കെ പോണ് കത്തിയ വണ്ടി. 390 ഓണേഴ്സ് പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് കേട്ടോ. വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കണക്ക് വെള്ള പുകയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതെന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് കേട്ടോ. ഓക്കെ, ഇത് അത്യാവശ്യം ഇപ്പോൾ ഓടിച്ച് നമ്മൾ കൊണ്ടുവച്ചതേ ഉള്ളൂ. കുറച്ച് ദൂരം ഓടിച്ചിട്ടാണ് ഇവിടെ വന്ന് വീണ്ടും ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. സംഭവം ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് 390 എന്ന് വെച്ചാൽ ഈ BS6 ഈ ഒരു മോഡലില്ലേ, ഈ ഒരു മോഡലിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇതൊരു ഭയങ്കര ഒരു രസമാണ്. ഈ ഒരു ബ്ലാക്കും വൈറ്റും കോംബോ എന്ന് പറയുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഈ സ്റ്റോക്ക് വണ്ടിയിൽ പ്രത്യേകിച്ച് ഒരു കിറ്റ് കയറ്റണോ അതിൻ്റെ ഒരു ആവശ്യമില്ല ഈ 390. കാരണം അതിൻ്റെ ആ ഒരു ഫ്രണ്ട് മീറ്റർ സെക്ഷനും എക്സോസ്റ്റും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ വണ്ടി ഓൾ ഇൻ സെറ്റാണ്. പിന്നെ ഈ ഒരു RC അണ്ടർവെല്ലിയൂടെ വന്നപ്പോൾ വണ്ടി മാരക ലുക്കായിട്ടുണ്ട്. എന്തായാലും നമുക്കിനി ഓടിക്കുന്ന സമയത്ത് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഒരു റിവ്യൂ ആയിട്ട് ആരും കാണാണ്ട, ജസ്റ്റ് ഒരു എൻ്റെ ഒരു ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ പഴയ ഒരു കോലം കാണണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ മതി. എന്തായാലും നമുക്ക് ബാക്കി ഓടിക്കുന്ന സമയത്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സ്പോട്ട് കണ്ട ഇതാണ് കേട്ടോ. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സ്പോട്ട് ജസ്റ്റ് പിന്നെ അവിടെ വോയിസ് ഷോക്ക് ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ. എന്തായാലും നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ, ഇവിടെ കുറച്ച് ഓഫ് റോഡാണ്. കൂടെ വന്നവരൊക്കെ പോയാ ചേട്ടാ, ഇതുവഴി റോഡുണ്ടോ? ഇതുവഴി റോഡുണ്ടോ? ഒട്ടൻ എടാ പോട്ടാ. നമുക്ക് ഹയർ ഗിയറിൽ ലോവർ RPM പോകാനായിട്ട് പറ്റത്തില്ല. വണ്ടിയുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ പറക്കാൻ വേണ്ടി ഇരിക്കുമോ. കുറച്ച് ഓഫ് റോഡ് താണ്ടിയാണ് വന്നത്. ഇതിൻ്റെ ഒരു ടയർ ഈ ഒരു റോഡിൽ കൂടെയൊക്കെ ഇത് ഇങ്ങനെയൊക്കെയാണ് പോണത്. നമുക്ക് എന്തായാലും റോഡിൽ ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങോട്ട് വന്നപ്പോൾ 2 പാമ്പിനെ കണ്ടായിരുന്നു കേട്ടോ ഇവിടെ വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലോവർ RPMസിൽ ഹയർ ഗിയറി ഈ വണ്ടി ഒരിക്കലും പോകാനായിട്ട് പറ്റില്ല. ബ്ലോക്കിലൊക്കെയാണ് കേട്ടോ നമുക്ക് കൂടുതലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. സെഗ്മെൻറ്റ് കളിക്കുന്ന പല വണ്ടികളുണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെ ഒരു ക്യാരക്ടർ ആ ഒരു വണ്ടിക്കൊന്നും ഇല്ല. കാരണം ഇത് ശരിക്കും തൊട്ടാ പറക്കാൻ വേണ്ടി നിൽക്കുക. മറ്റേതൊക്കെ നമുക്ക് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഇതിൻ്റെ ഒരു പവർ ടു വെയിറ്റ് റേഷ്യോ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ വണ്ടീനെ ഇത്രയ്ക്കും പവർഫുൾ ആക്കുന്ന കാര്യം. ഇതുവഴി തന്നെയല്ല. അപ്പോൾ വഴി മൊത്തത്തിൽ കൺഫ്യൂഷനാണ് കേട്ടോ. ഈ ഒരു വണ്ടി സത്യം പറഞ്ഞാൽ ഈ ഒരു റോഡിൽ ഓടിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും. പക്ഷേ ഇവിടെ നിന്നെങ്കിൽ ഇറങ്ങി പറ്റിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം കുറച്ച് വീഡിയോസ് എടുക്കാനായിട്ട് വന്നതാണ്. നിങ്ങൾ കണ്ട സിനിമാറ്റിക് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ആ ഒരു സ്പോട്ടിൽ വെച്ചാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം എന്ന് പറയുന്നത്. വണ്ടി ശരിക്കും വേറെ മൂടാണ്. ഈ ഒരു റോഡിൽ ഇതിൻ്റെ ഒരു പെർഫോമൻസ് കാണിക്കാനായിട്ട് പറ്റത്തില്ല. നല്ല റോഡുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് കാണിച്ചു തരാം. 200 cc ഓടിച്ച് ഒരു അത്യാവശ്യം നല്ല പരിചയം ഉണ്ടെങ്കിൽ മാത്രം ഇതിലോട്ട് വന്ന് കയറുക. ഇല്ലെങ്കിൽ ശരിക്കും നിങ്ങൾ പടാവും, അത്രേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ വന്ന് കയറി കൈ കൊടുത്ത് ഓട്ടിക്കല്. കാരണം ഞാൻ ഇതിൻ്റെ പെർഫോമൻസ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നില്ലേ, ആ ഒരു സംഭവമാണ് ഇതിൽ. നമുക്ക് കൈയെടുത്ത് പോകാനായിട്ട് പറ്റും. നമ്മളിത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് പിടിച്ചെടുത്ത് നിൽക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ കൺട്രോളിലായിരിക്കണം. കൈയെടുക്കാം. ഇതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ത്രോട്ടിൽ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത വണ്ടി പിന്നെ മിന്നായം കണക്ക് ഒരു പോക്കാണ്. നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല. ആദ്യമായിട്ട് ഇത് കയറിയെന്ന് കയ്യൊക്കെ കൊടുത്തിട്ടാണ് ഓരോ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഈ വണ്ടി ശരിക്കും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ
പടാവും, ഒന്നും നോക്കാനില്ല, പടാവും. അത് ഓപ്പണായിട്ട് ഞാൻ പറയാം, അതൊരു വേറൊരു വണ്ടിയിലും കണ്ടുവരാത്ത ക്യാരക്ടറാണ് നമ്മൾ ഈ KTM വണ്ടിയൊക്കെ ഉള്ളത്, പ്രത്യേകിച്ച് 390. അപ്പോൾ പ്രത്യേകിച്ച് 390, കാരണം ഈ സെഗ്മെൻറ്റിൽ വേറെ പല വണ്ടികളുണ്ടെങ്കിലും നമുക്ക് ഇത്രയും പേടിപ്പെടുത്തുന്ന ഒരു ത്രോട്ട് റെസ്പോൺസും കാര്യങ്ങളൊന്നും ആ ഒരു വണ്ടിയിലില്ല. പവറില്ല എന്നല്ല, നല്ല രീതിക്കുള്ള പെർഫോമൻസും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്രയ്ക്ക് ഭീകരമായിട്ടുള്ളൊരു എടുത്തു പോക്ക് ആ വണ്ടിക്കൊന്നും ഇല്ല കേട്ടോ. ഓപ്പൺ റോഡ് വേറെ ഒരു രക്ഷയില്ല കേട്ടോ. ബേക്ക് 180 പിറലിയാണ് ഇട്ടേക്കുന്ന, ഫ്രണ്ട് റോഡ് 5 മാരകം. പക്ഷേ എൻ്റെ ടയർ ലൈഫൊക്കെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കണ്ട, ടയർ ലൈഫും കാര്യങ്ങളൊക്കെ ഷോവാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ ഈ ബീച്ചിലോട്ടൊന്ന് ഇറക്കാൻ കേട്ടോ വണ്ടി. ഓക്കെ, കടൽ കൊണ്ടുപോകണം എന്തോ. ഇവിടെ വെച്ചാൽ മതിയാ? ഓക്കെ, ഓട് ഇരിക്കോ, ഇരുന്നാടാ. ഗൈസ്, അങ്ങനെ വണ്ടി ഓടിച്ച് ജസ്റ്റ് കടലിൻ്റെ തീരത്താണ് കേട്ടോ കൊണ്ടുവച്ചേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് വണ്ടിയിൽ കുറച്ച് സിനിമാറ്റിക് ഷോട്ട് കൂടെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഭയങ്കര ഒരു രസമല്ലേ, ഞാൻ ഇവിടെ വെച്ചിട്ട് ഫോണിൽ കുറച്ച് വൈഡ് വീഡിയോ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. വണ്ടി ആ ഒരു കടൽ തീരത്ത് ഇരിക്കുന്ന കാണാനായിട്ട് ഭയങ്കര രസമാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ. വാവ്, സീൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് few moments later. ഗൈസ്, പിന്നെ പോലീസ് നോക്കി കേട്ടോ. ഗൈസ്, E3 കൊണ്ടുപോണ്. ബേക്കിൽ നിന്ന് പോലീസ് ജീപ്പ് വരുന്നുണ്ട് കേട്ടോ. ഏതായാലും അടിപൊളി. ഓക്കെ, കടലിറക്കി വീഡിയോ എടുത്തതാ. നമ്പർ ചെറുതായിട്ടൊന്ന് വീഡിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്പർ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. എൻ്റെ ക്യാമറ ഒക്കെ അതിപ്പോൾ ഇരട്ടി വള്ളിയാവും. പൈസ എങ്ങനെയും വരാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഏതായാലും ഗുഡ് ബൈ. 6.5 hours later.